എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. മെട്രോപോളിസ് ലാബ്, കാര, അഞ്ചങ്ങാടി. മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ എറണാകുളം തൃശൂർ റീജിയണൽ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. നാഷണൽ ചെയർമാൻ ഡോക്ടർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ കോർഡിനേറ്ററും നാഷണൽ വൈസ് ചെയർമാനുമായ ദാമോദരൻ ഏറനാട്ട് അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ തസ്നിം അഷറഫ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ, സംസ്ഥാന അഡീഷണൽ ചീഫ് കോർഡിനേറ്റർ P. ദിലീപ് ഖാദി, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മെഹമൂദ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് സക്കറിയ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ, രമേശ് ബേബി, MP റീജ, മുരളീധരൻ മാസ്റ്റർ, ബാലചന്ദ്രൻ, PA ഷാജഹാൻ, ജോൺസലി മരിയ, നൌഫൽ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് സംവേദിക, എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR സത്യൻ എന്നിവർ സംസാരിച്ചു. കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന മനുഷ്യരുള്ള ഇന്നത്തെ സമൂഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഓരോരുത്തരുടെ വിഷമങ്ങളിൽ പങ്കാളികളാകാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമായി ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ ലഹരിക്കെതിരെ എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ഈ ലഹരി അല്ലെങ്കിൽ ഈ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തേണ്ട ഒരു ആവശ്യകത നമ്മളെല്ലാവർക്കും അറിയാമല്ലേ. എല്ലാവരും അതിന് ബോധവാന്മാരാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. കാരണം നമുക്ക് ചുറ്റും ഈ ലഹരിയുടെ അക്രമങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ, അതായത് ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 വർഷം മുമ്പ് ഈ ലഹരിയെ പറ്റി നമ്മൾ കേട്ടിരുന്നത് വല്ലപ്പോഴും പത്രത്തിൽ ഒരു ചെറിയൊരു കോളം ന്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ലഹരിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ലഹരി പിടിച്ചു, അത് നമ്മൾ കൂടുതൽ കണ്ടിരുന്നത് മെട്രോപൊളിറ്റൻ സിറ്റികളായ ബോംബെയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയെങ്കിലുമൊക്കെ ലഹരി പിടിച്ചു അല്ലെങ്കിൽ ലഹരി മരുന്ന് കേസിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതാണോ നമ്മുടെ നാട്ടിൽ? അല്ല. അതായത് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 കോളം ന്യൂസ് എങ്കിലും നമ്മളുടെ പത്രത്തിൽ നമുക്ക് ഈ ലഹരി അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ലഹരി പിടിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അക്രമങ്ങളെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ന്യൂസ് കാണാൻ പറ്റുക. അതായത് മെട്രോപൊളിറ്റൻ സിറ്റി വരെയൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ നമ്മളുടെ ഈ പരിസരത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 33,000 അംഗങ്ങളുണ്ട്. അപ്പോൾ നിരന്തരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് തന്നെ ശ്രീ ദാമു എന്നോട് ഈ സംഘടനയെക്കുറിച്ച് പറയുകയും ഇതിലെ മെമ്പർഷിപ്പിലേക്ക് തന്നെ ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ്. അന്നൊന്നും സൗകര്യപ്പെട്ടില്ല. പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാനും ശ്രീ അശോകൻ കുരിക്കാടിനെ കാണാനും ഇവിടെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ തന്നെ ഞാനിതിലേക്ക് ചേർന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു സംഘടനയിൽ ചേരാൻ സാധിച്ചത്, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും. ഇതിൻ്റെ മഹത്തായ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചെയർമാൻ ഇവിടെ ഭംഗിയായി സംസാരിച്ചു. വാസ്തവത്തിൽ മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കുന്ന